അന്തരിച്ച നടൻ സലിം കുമാറിനെ അനുസ്മരിച്ച് രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗം. എറണാകുളം പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തിൽ നിന്നൊരാളെ നഷ്ടപ്പെട്ട വേദനയാണ് ഉള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചിരിയും ചിന്തയും ബാക്കിയാക്കി സലീം കുമാർ യാത്രയായി. എന്നാൽ അത് വിശ്വസിക്കാൻ മലയാളിക്ക് ഇന്നും സാധിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമായിരുന്നു പറവൂരിലെ അനുസ്മരണ ചടങ്ങ്. അവിശ്വസനീയമായ വേർപാടെന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ എന്നോട് എൻ്റെ അടുത്ത് ചേർന്നിരുന്നുകൊണ്ട് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്ക് എല്ലാം പൂർത്തിയായതുപോലെയാണ്, അറം പറ്റിയ വാക്കുകൾ പോലെയാണ് ഇപ്പോൾ എനിക്കത് തോന്നുന്നത്. ജീവിതത്തിൽ എല്ലാം പൂർത്തിയായതുപോലെ തൻ്റെ ഒരു സുഹൃത്തിന് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ലഭിച്ചപ്പോൾ അത് തൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയായി എന്ന് വിശ്വസിക്കുന്ന ഒരാളെ നമ്മൾ സുഹൃത്തെന്ന ചെറിയ വാക്കിൽ ഒതുക്കി നിർത്താൻ പറ്റുമോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. പ്രായത്തിൽ മൂത്തതെങ്കിലും മഹാരാജാസിൽ ജൂനിയറായി എത്തിയ സലീം കുമാർ ഇന്നും ടിനി ടോമിന്റെ ഓർമ്മയിലുണ്ട്. സലിയപ്പൻ എന്ന് പറയുന്ന ഒരാള് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും. കാരണം അത്രയും ഓർമ്മകൾ, പറയാൻ ഒരുപാട് കാര്യങ്ങൾ, തമാശകൾ മാത്രമേ ഓർക്കാനുള്ളൂ. ഒരുപാട് ഓർമ്മകളുണ്ട്. ഭൗതികമായിട്ട് ഹ്യൂമറിനെ എങ്ങനെ കാണണമെന്ന് കണ്ടുപിടിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹമാണ്. നമ്മൾ ചെയ്യുമ്പോൾ വെറും ഒരു തറ കോമഡി അല്ല, ഭൗതികമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചത്. ഹൈബി ഈഡൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സലീം കുമാറിനെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച ഡയാന സിൽവസ്റ്റർ, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ സിനിമ ആദാമിന്റെ മകൻ അബുവിന്റെ സംവിധായകൻ സലീം അഹമ്മദ്, മുൻ MLA S ശർമ്മ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.